വളരെ ചെറുതിലെ മൂലം ഈ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വളർന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മധ്യവയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയ ആളാണെങ്കിലും, ഒരാൾ വൃദ്ധാവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക്, അതായത് ഇനിയും ജന്മങ്ങളുണ്ട് എന്നുള്ളത് അയാൾക്ക് ഡൗട്ടൊന്നുമില്ല, കൺഫർമേഷനുള്ള കാര്യമാണ്. പക്ഷേ ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ശരിക്കും ഇതൊരു ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇല്ലാതെന്ന് വിചാരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തേതൊന്നുമില്ല. അതായത് ഈ വൃദ്ധാവസ്ഥയിലിരിക്കുന്ന ആൾ നന്നായിട്ട് അയാൾക്ക് ഫുട്ബോൾ കളിക്കണം, ഓടണം, ഇതൊക്കെ കാലാനുസന്ധമായ ആക്റ്റാണ്. അതും കൂടെ പറയുമ്പോൾ ആക്റ്റാണ്. എന്തായാലും ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യണം. പക്ഷേ അയാളുടെ ശരീരം വൃദ്ധാവസ്ഥയിലാണ്. പക്ഷേ നെക്സ്റ്റ് ഒരു ബെർത്ത് ഉണ്ട് എന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത് അപ്പം ഈ ഡിസയർ ഈ വൃദ്ധൻ്റെ ശരീരത്തിലാണ് ഈ ഇരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു വൃദ്ധാവസ്ഥ എത്തുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് അയാളിൽ ഉണ്ടാക്കത്തില്ല. അതായത് മറ്റത് ഇനിയിപ്പോൾ ഒന്നുമില്ല, തീർന്ന് കഴിഞ്ഞു, കാറ്റ് പോയി, ഇനി അതൊക്കെ ഒരു ഓർമ്മ മാത്രം. ഇനി അന്ന് പറയുന്ന ആൾക്ക് ഈ ചിന്ത വരത്തില്ല. അപ്പോൾ എനിക്ക് ഇനിയും ഒരു അംഗത്തിന് വേറെയും ശരീരം കിട്ടും എന്നിരിക്കെ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ സെക്ഷൽ ആംബീഷനായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു കോടീശ്വരനാണെന്നുള്ള ആംബീഷനായിരിക്കാം, പ്രശസ്തനാവണമെന്നുള്ള ആംബീഷനായിരിക്കാം. അപ്പോഴേ ഈ പ്രസൻസിൽ ഈ വൃദ്ധാവസ്ഥയിൽ ഇരിക്കുമ്പോഴും പലരും ഇതൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഇമാജിനേറ്റ് ചെയ്യും, ഞാൻ വൃദ്ധനായില്ലെങ്കിലും വൃദ്ധാവസ്ഥയിലുള്ളവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പലരും കാമായിരിക്കുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ തിളയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ സാമൂഹിക പരിസ്ഥിതി കാരണം അയ്യോ എന്ത് മറ്റവരെന്ന് വിചാരിക്കും എന്ന് കാരണം അവർ അടക്കി വെക്കുന്നതാണ് മിക്കവരും. അതിൽ ഈ പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇല്ലാത്തവരുടെ കാര്യമല്ല, ഉണ്ടെന്ന് ഇല്ലാത്തവർ വേറൊരു സ്റ്റേറ്റിലായിരിക്കും. ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനായാലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. പാകത എത്തിയില്ലെങ്കിൽ, പല ഡിസൈഴ്സിലും പാകത എത്തിയില്ലെങ്കിൽ, അപ്പോൾ അതിനെ എങ്ങനെയാണ് അതൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് സഹജമായിരിക്കുന്ന ഭാവമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം എന്ന് പറയുന്നത് അതിൻ്റെ ശൈശവാവസ്ഥയിൽ അതിന് സമാനമായിരിക്കുന്ന ധർമ്മത്തിലോട്ടും, കൗമാരാവസ്ഥയിൽ അതിന് സമാനമായിരിക്കുന്ന ധർമ്മത്തിലോട്ടും, യൗവനത്തിൽ അതിന് സമാനമായിരിക്കുന്ന ധർമ്മത്തിലോട്ടും, വാർദ്ധക്യത്തിൽ അതിന് സമാനമായിരിക്കുന്ന ധർമ്മങ്ങളിലേക്ക് പോകുക എന്നുള്ളൊരു പ്രവണത അടിസ്ഥാനപരമായിട്ടുണ്ട്. ചിന്തകളുടെ ഭൂരിപക്ഷം അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ശങ്കരാചാര്യർ അല്ലെങ്കിൽ ഗൗതമബുദ്ധൻ ഇങ്ങനെയുള്ള വ്യക്തികൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ശൈശവത്തിലും ക്രീഡാസക്തിയേക്കാൾ കൂടുതൽ ബോധത്തിലോടുള്ള താല്പര്യം കൂടുതൽ ഉണ്ടായിരുന്നിരിക്കണം. മെജോറിറ്റി ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ക്രീഡ മാത്രമല്ലായിരുന്നിരിക്കണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം വൃദ്ധാവസ്ഥയിൽ ചിന്ത മാത്രം ഉണ്ടായിരിക്കുന്ന അവസ്ഥയായിരിക്കും. ചിലർക്ക് ക്രീഡയും ഈ ഇത്തരം വിഷയങ്ങളിലും ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. അത് ഓരോ വ്യക്തിയുടെയും കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. ഒരു ജനറൽ റെഗുലേഷൻ നമുക്കുണ്ടാക്കാൻ അതിന് സാധ്യമല്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധർമ്മങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ റോബ്സൺ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു അവസ്ഥ സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ബോധനധർമ്മം എന്ന് പറയുന്ന സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ബുദ്ധന്മാരായിട്ടുള്ളവരോ ആചാര്യന്മാരായിട്ടുള്ളവരോ അവതാരപുരുഷന്മാരെന്ന് നമ്മൾ വിളിക്കുന്നവരോ ഒക്കെ തന്നെ ഈ ബോധനം ചെയ്യുന്നത് ഇത്തരത്തിലൊരു അവസാനത്തിൽ താങ്കൾ പറഞ്ഞ പോലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ശരിക്കും ബോധനം വൃദ്ധരായിട്ടുള്ളവർക്കാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. തീർച്ചയായിട്ടും. കാരണം അവർക്കിത് മനസ്സിലാവും, കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെടുന്നവർ മാത്രമല്ല ശ്രോതാക്കൾ ശ്രവിക്കണം എന്നുള്ളൊരു ധർമ്മം കൊണ്ട് ശ്രവിക്കുന്നവരുണ്ട്, ശ്രവിക്കണം എന്നുള്ള ആസക്തി കൊണ്ട് ശ്രവിക്കുന്നവരുണ്ട്, ശ്രവിച്ചേ മതിയാവൂ എന്നൊരു അരക്ഷിതാബോധം കൊണ്ട് ശ്രവിക്കുന്നവരുണ്ട്, ഇതാണ് സത്യം എന്ന് അറിഞ്ഞുകൊണ്ട് ശ്രവിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരം ശ്രവിക്കുന്നവരില്ലേ. ഇതാണ് സത്യമെന്നറിയുന്നവരും മാത്രമേ അതിനോടുള്ള പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം അതിൻ്റെ പ്രയോജനം കുറച്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ക്രീഡാസക്തരായിരിക്കുന്ന മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പ്രയോജനമേ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കുറേ നാളൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഫോണെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയും സംസാരിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ ഇടപെടുകയൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ ക്രീഡയിലാണ് അവരുടെ താല്പര്യം കിടക്കുന്നത്.
കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ വ്യായാമം ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർ ഇതെല്ലാം മതിയാക്കി പോയിട്ട് ഇതിൽ ഒരു കാര്യമില്ല, സമയം പറയാൻ വേണ്ടി വെറുതെ ഇരിക്കുകയാണ്, കാട്ടും നാട്ടിലുമൊക്കെ സഞ്ചരിച്ച് വല്ലതുമൊക്കെ മനുഷ്യരെ അബദ്ധസഞ്ചാരത്തിൽ പെടുത്തുന്നതാണ് എന്നും കൂടെ അങ്ങ് എഴുതി വയ്ക്കും. ആ സമയത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്നതായിരുന്നു നല്ലത്. ഫുട്ബോൾ കളിക്കാൻ പോവുകയോ ബെറ്റ് വയ്ക്കാൻ പോവുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറേ പ്രയോജനം ഉണ്ടായിരുന്നു. ചുമ്മാ സമയം വെറുതെ കളഞ്ഞു, നമ്മളിത് എൻ്റർടൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ബോധം മുഴുവൻ ഉണ്ടാകുന്നത് ആ കർമ്മഫലമായിട്ടാണ്. അതിൻ്റെ പാകത വന്നതനുസരിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് അത് ഉണ്ടാവണമെന്നില്ല. തീർച്ചയായിട്ടും ഒരു അപക്വമായിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയെന്നിരിക്കാം. എൻ്റെ ഒബ്സർവേഷനിൽ കൂടുതലും വൃദ്ധാവസ്ഥയിലാണ് ഈ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കർമാസ് അവർ അക്യുമുലേറ്റ് ചെയ്യുന്നത്. കാരണം ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് അവർക്ക് നല്ല അറിയാം എവിടെ നിൽക്കണം, ഏത് രീതിയിലൂടെ തന്ത്രപരമായി നീങ്ങണം, എവിടെ സൈലൻ്റ് ആയിരിക്കണം. ആകുമ്പോഴത്തേക്ക് ആ വിവേകം ഇല്ല. ഇതിപ്പം എക്സ്പീരിയൻസ് വന്നുകൊണ്ട് എവിടെ വളരെ അപ്പം അതിലൂടെ അവർ ശരിക്കും കൂടുതൽ കർമാസ് അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ടാണ്. വളരെ തന്ത്രശാലികളായിട്ട് ഇരുന്നുകൊണ്ട് കുറുക്കോടായിട്ടുള്ള ഒരുപാട് ആക്ടുകൾ കാണിക്കുന്നത് വൃദ്ധാവസ്ഥയിലാണ്. ഇപ്പോൾ റോബ്സൺ ഉദ്ദേശിക്കുന്ന സൽക്കർമ്മങ്ങളെന്ന് സാധാരണ വിളിക്കുന്ന കർമ്മങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുകയാണ് അല്ലേ? അല്ല, സൽക്കർമ്മങ്ങൾ അല്ല, കൂടുതലും ഈ നെഗറ്റീവ് കർമാസ്. അതങ്ങനെ അപ്പം അക്യുമുലേറ്റ് ചെയ്യും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അല്ല, ശ്രദ്ധ ഉദ്ദേശിച്ചത് ഈ എങ്ങനെ അവരുടെ ഈ ഇംഗിതങ്ങൾ, ആഗ്രഹങ്ങൾ സാധ്യമാക്കാം എന്ന രീതിയിൽ, എന്ന ട്രാക്കിൽ ചിന്തിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് അതിൻ്റെ ആവശ്യമില്ല. അവർ കൂടുതൽ ബാഡ് കർമാസ് അക്യുമുലേറ്റ് ചെയ്യണം. അവരുടെ ആഗ്രഹം സാധിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർക്ക് അറിയാം. കാരണം ഇത്രയും കാലം ജീവിച്ചതിൻ്റെ എവിടെ സൈലൻ്റ് ആയിരിക്കണം, എവിടെ അത് കുറുക്കടായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ ഒരു പെട്ടി ഹോട്ടലുണ്ടായിരുന്നു, ഇപ്പോൾ വലിയൊരു ട്രാക്ടറിലായിട്ട് എടുത്തിട്ട് പോകാൻ തക്ക രീതിയിൽ അത് പെട്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകത്തുമില്ല. കാരണം ഈ ശരീരത്തിൻ്റെ ഡ്രസ്സ് വൃദ്ധാവസ്ഥയിലാണ്, അതുകൊണ്ട് ആരും സംശയിക്കത്തില്ല. എല്ലായിടത്തും ഹാം വെൽക്കം ആയിരിക്കും. അതാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ ന്യൂട്രലായിട്ടിരിക്കും പോലെ തോന്നും. എന്നിട്ട് അവർ ആ ബാഡ് കർമാസ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അത് ഈ പറഞ്ഞക്ക് അപ്പം അവയർനെസ് ഇല്ലാത്തതിൻ്റെ കാരണം കൂടുതൽ അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടിലോട്ട് പോകുന്ന ഒരുപാട് പേര് കാണാം. എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് കൂടുതൽ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആക്കുന്നത് വൃദ്ധാവസ്ഥയിലുള്ളവരാണ്. വൃദ്ധാവസ്ഥയിലെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലോജിക്കായിട്ട് തന്നെ പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്. വൃദ്ധ തന്നെ ആണോന്നില്ല, മോർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ് സൊസൈറ്റി കൂടുതൽ പൊല്യൂട്ടഡ് ആക്കുന്നത്. അല്ലാത്തവർക്ക് അത് ആക്കാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ അസ്വസ്ഥരാകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഡിസേഴ്സ് ഒന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ആക്ടിവിലേട്ടും പോകുന്ന കൂടുതലായിട്ട്. അപ്പോൾ എനിക്കൊന്ന് അവർക്കാണ് ഈ ബോധനത്തിൻ്റെ ഒരു കൂടുതൽ ആവശ്യം. നേരത്തെ സാർ പറഞ്ഞാണ് ശരിയാണ്, അവർക്കാണ് ബോധനത്തിൻ്റെ ആവശ്യം കൂടുതൽ. ബോധനം അവരെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്നുള്ളത് സത്യമായിട്ട് നിലനിൽക്കെ തന്നെ അവർക്ക് ഈ ബോധനം ശ്രവിക്കുന്നതിനുള്ള താല്പര്യം അവർക്കും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ക്രീഡയിൽ താല്പര്യമുള്ളവർക്ക് ബോധനം വേണ്ട എന്ന് പറയുന്ന പോലെ തന്നെ ചിന്തയിൽ താല്പര്യമുള്ള ഈ അവസാനത്തെ ചിന്ത എന്നവിടെ ഉദ്ദേശിക്കുന്നത് സ്വപ്നങ്ങളാണ്. പലതും നടക്കില്ല, സ്വപ്നങ്ങൾ കാണുക മാത്രമല്ലേ റോബ്സൻ്റെ ആ വൃദ്ധൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. സ്വപ്നം കാണുകയാണ്, പലതും ആലോചിച്ച് കൂട്ടുകയാണ്, ചെയ്യാം എന്നുള്ള വിചാരിക്കുകയാണ്. അപ്പോൾ ആ സ്വപ്നങ്ങളിലോ ചിന്തകളിലോ നിൽക്കുന്നവർ രണ്ടുപേരും സ്വാഭാവികമായിട്ട് വിധികളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ളവരാണ് സത്യത്തിൽ റിസീവ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഉള്ളതിലൊരു കോമഡി ആയിട്ട് വന്നത്, ഇവിടെ തന്നെ ചോദ്യം ചോദിച്ചില്ല, ഒരു സൂം ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരാളുടെ പുള്ളിയൊരു മധ്യവയസ്സ് കഴിഞ്ഞൊരാളാണ്. അപ്പം ഇദ്ദേഹം ഒരു മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ പുതിയ ജനറേഷൻ ഇത്രയും ഭയങ്കര ബാഡായിട്ടൊക്കെ പോവുകയാണ്, ഇതെവിടെ പോയി നിൽക്കും, അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന്. അപ്പം സാറ് പറഞ്ഞു, നിങ്ങളവിടെ പോകാനാണ്, പോയിട്ട് വീണ്ടും ഇവരുടെ ഇടയിൽ തന്നെയാണ് ജനിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞവിടെ പോയി. പക്ഷേ ഇദ്ദേഹം അവരുടെ ഇടയിൽ ജനിക്കുകയും ഇതുപോലെ തന്നെ വ്യാപരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇദ്ദേഹം വളരെ, ഞാനപ്പോൾ റിവേഴ്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇദ്ദേഹം വളരെ ഭയങ്കര ബൗദ്ധികമായ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിരിക്കുന്നു ഇതിനോടകം. പക്ഷേ ഈ ഒരു അവയർനെസ്സിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഇപ്പം റീസെൻ്റ്ലി തന്നെ സാറിന് അറിയാം, നമ്മളൊക്കെ തന്നെ ഒരു സൗഹൃദത്തിലായിരുന്ന ആളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ആക്ട്. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഈ ബോധനമൊക്കെ ചെയ്തിട്ടും അപ്പം ഇതിൽ വന്നിട്ടില്ല അവർ. ഈ പുതിയ ജനറേഷനെ കുറ്റം പറയുന്നത് ഇതിൽ പുനർജന്മത്തിൽ വിശ്വസിക്കാത്തവർ, കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിക്കാത്തവർ
ഇതിനെ നമ്മൾ എടുക്കണ്ട, അതെ, അവരെടുക്കണ്ട. സത്യമാണ്. ഈ ചെയ്യുന്നവർ പോലും ഇങ്ങനെ പറയുകയാണ്, പുതിയ ജനറേഷനിൽ ഇങ്ങനെ ആയിപ്പോയി, നമുക്കൊക്കെ ഒതുങ്ങി എന്ന് പറയാണ്. അപ്പോൾ ഇവരിവിടെയല്ലേ വരുന്നേ? എന്ത് കോൺട്രഡിക്ഷനാണ് അതിൽ? പൊതുവേ എല്ലാവരുടെയും ധാരണ എന്ന് പറയുന്നത് അവരുടെ ചെപ്പടി വിദ്യകളെല്ലാം കാണിച്ച് മോക്ഷം എന്ന് പറഞ്ഞ് കയറി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മരത്തിൻ്റെ കൊമ്പത്തിരിക്കാമെന്നാണ്, താഴെ ഇറങ്ങാതെ. അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. അതെ, എൻ്റെ ഒരു മനസ്സിലാക്കല് ഈ കോൺഫ്ലിക്റ്റുകളിൽ അതിജീവിക്കാൻ ഇപ്പം നമുക്കിപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ കുറച്ച് കാശ് നന്നായിട്ട് എടുക്കും നമ്മുടെ യാത്രയ്ക്ക് എന്ന് പറഞ്ഞാണെങ്കിൽ ഇതിനകത്ത് ഒരേ ഒരു സംഭവം ബോധം അയാൾ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് ബാഡ് സിറ്റുവേഷനിൽ അയാൾക്ക് എത്ര വലിയ ബാഡായിട്ടുള്ള ജനറേഷൻ ആണെങ്കിലും ഗുഡായിട്ടുള്ള ജനറേഷൻ ആണെങ്കിൽ അയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമല്ലോ, ബോധം ആണല്ലോ. പക്ഷേ ഇതൊരു കണക്ഷൻ വരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവർക്ക് പോലും അവരുടെ ആക്ട് കൊണ്ടും അവരുടെ വാക്കുകൊണ്ടും അവർ പ്രവർത്തിക്കുന്ന ഈ കണക്ഷൻ വന്നിട്ടില്ല എന്നാണ്. അത് വലിയൊരു ദയനീയമായ ഒരു അവസ്ഥയാണ്. അല്ല, ഇത് മൊത്തത്തിൽ ജീവിതമേ ദയനീയമായ അവസ്ഥയിലാണല്ലോ. പിന്നെ ഡിസ്കഷൻ്റെ കാര്യം പ്രത്യേകം എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ജീവിതം ദയനീയമാണ്, അതിൻ്റെ മിനിയേച്ചർ മാത്രമാണ്. ആ ലോകം തന്നെയാണ് ഇവിടെയും കാണുന്നതല്ല, വേറെ ഒന്നുമല്ല. അത് സ്വാഭാവികം. പിന്നെ ഈ കാർമ്മികമായിരിക്കുന്ന ബന്ധമുള്ളതുകൊണ്ട് കുറച്ച് പേർക്ക് വന്നുകൂടാനും കുറച്ച് നാൾ നിൽക്കാനും കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരുടെ ആ സമയം തീരുമ്പോൾ പോകാനും ഉള്ള സാധ്യത ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. അത് കവിഞ്ഞ് വേറെ ഒന്നുമില്ല. അവരവർ ബോധപൂർവം ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ കാലം അനുസരിച്ച് സമയം തീരുമ്പോഴത്തേക്കും പിന്നെ പോകും. പിന്നെ എൻ്റെ അടുത്തൊരു പഴയ സുഹൃത്ത് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, അദ്ദേഹം കടുത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദധാരിയൊക്കെ ആയിട്ട് കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചു. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാറില്ല. ഞാൻ ചെയ്യാറുണ്ട്, ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദാരിദ്ര്യം മാറ്റിത്തന്ന് എനിക്ക് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ സാമീപ്യം അനുഭവിക്കാൻ പറ്റാതെ ദൂരത്തിലായി പോകും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. വളരെ നല്ല മിടുക്കനാണല്ലോ എന്ന്. പക്ഷേ പുള്ളി എപ്പോഴും ആലോചിച്ചു, പുള്ളി ഇപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്കക്കാർ കേട്ട് തെറ്റിദ്ധരിക്കരുത്, ഇനി ഞാനാണോ എന്ന് ചോദിക്കരുത്, നിങ്ങൾ രണ്ടുപേരുമല്ല, പേടിക്കണ്ട. സിദ്ധാന്തത്തിൽ വ്യക്തമായി പറയുന്നല്ലേ വിപരീതത്തിലേക്ക് ചെന്നപ്പെടും. ശനിയാഴ്ചകൾ തോറും വിളിക്കാറുണ്ട്, ശനിയാഴ്ചകൾ 1 മണിക്കൂർ സംസാരിക്കാറുണ്ട്. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും അകന്നത് തന്നെയാണല്ലോ, സംശയമൊന്നുമില്ല. അല്ല, കർമ്മസിദ്ധാന്തത്തിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, വിപരീതത്തിൽ എന്താണ് വിപരീതത്തിലേക്ക് ചെന്ന് എത്തപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനാണ് നമ്മൾ ഡിനൈ ചെയ്യുന്നത്, അതിലേക്ക് ചെന്ന് എത്തപ്പെടുമെന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടല്ലോ. അതെ 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 നമ്മളെന്തിനാണ് ഡിനൈ ചെയ്യുന്നത്? നമ്മൾ പിന്നെ ഭയക്കുന്നത് എന്തിനാണോ അത് അകലും എന്ന് പറഞ്ഞാൽ അകല് തന്നെ തീരും. നമ്മളെ ഉത്തമമായ വിശ്വാസത്തിൽ നമ്മൾ അടുത്തിരിക്കും എന്നുള്ള പൂർണ്ണമായ ബന്ധത്തോടു കൂടി എനിക്ക് അടുപ്പം എൻ്റെ അവകാശമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിലെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോധത്തിലോട്ട് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ്. ബോധമാണ് കോൺസ്റ്റൻ്റ് ആണെന്നും അതാണ് എല്ലാ കാലത്തിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഡോളർ എല്ലായിടത്തും ഇല്ല ഇംഗ്ലീഷ് ഭാഷ എല്ലാ രാജ്യത്തിലും പോയാലും കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ഇപ്പോഴും. എന്ന് പറഞ്ഞ കണക്ക് ബോധം ഏത് കാലത്തിലും എവിടെ ജനിച്ചാലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള പോസിബിലിറ്റിയെ കുറിച്ചിട്ട് ചിന്തിക്കാത്തതുകൊണ്ടും അതിൽ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടും ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളും വികലമായ ചിന്തകളും മാത്രമാണിത്. തീർച്ചയായിട്ടും.